ഹായ് ഫ്രണ്ട്സ്, ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇരു വീട്ടുകാരും നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും വിവാഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രത്തിനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടി പറയുന്നുണ്ട്, ഇതിപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ആ പെണ്ണിൻ്റെ പിടിയിലാവും. അപ്പോൾ അവൾ പറയുന്നിടത്ത് വേണം ഇവൻ നിൽക്കാൻ, അവൾ എന്ത് തീരുമാനിക്കുന്നു അത് വേണം ഇവൻ ചെയ്യാനും എന്നും പറയാണ്. പിന്നീട് അച്ഛമ്മ നമ്മുടെ വേദയ്ക്ക് അണിയാനുള്ള സ്വർണവുമായിട്ട് വരാണ്. അങ്ങനെ ഓരോ ആഭരണങ്ങളും നമ്മുടെ വേദയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചുറ്റും നിന്ന് എല്ലാവരും കാണാണ്. അങ്ങനെ വിക്രത്തിൻ്റെ വീട്ടിൽ എല്ലാവരും കല്യാണ ഒരുക്കത്തിലാണ്. വീടൊക്കെ അലങ്കരിക്കലും അങ്ങനെ എല്ലാവരും ഓരോ തിരക്കിലായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ വിക്രം നമ്മുടെ അപ്പുമോളെയും കൂട്ടി രാത്രി കറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ബീച്ചിൽ വെച്ച് ആരൊക്കെയോ നമ്മുടെ വിക്രത്തിനെ ഫോളോ ചെയ്യാണ്. ശേഷം നമ്മുടെ അപ്പുമോളെയും ഒറ്റയ്ക്കാക്കിയിട്ട് വിക്രം പുറത്തേക്ക് പോവാണ്. അപ്പോൾ അപ്പുമോളോട് പറയുന്നുണ്ട്, വേഗം വരാം എന്ന് പറയുന്നുണ്ട് അപ്പുമോളെടുത്ത്. അപ്പോൾ അങ്ങനെ വിക്രം ഒറ്റയ്ക്ക് പുറത്തേക്ക് പോവാണ്. അങ്ങനെ വിക്രത്തിനെ പിന്തുടർന്ന് ഒരു കൂട്ടാൾക്കാർ വന്നിട്ട് വിക്രത്തിൻ്റെ വണ്ടി ഇടിക്കുകയാണ്. അങ്ങനെ വിക്രം തെറിച്ച് വീഴുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ എല്ലാവരും വിക്രത്തിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആർക്കും തന്നെ വിക്രത്തിൻ്റെ ഒരു അറിവും കിട്ടുന്നില്ല. വിക്രത്തിൻ്റെ ഫോണിലേക്ക് എല്ലാവരും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ വേദയെ ജീന വിളിച്ചത്, കുറേ നേരം വിളിച്ചത് നമ്മുടെ വേദ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീനയെ തിരിച്ച് വിളിക്കുന്നുണ്ട്. വിക്രം ഹോസ്പിറ്റലിൽ ആണെന്നും വിക്രത്തിന് അപകടം പറ്റിയിട്ട് കുറച്ച് സീരിയസ് ആണെന്നൊക്കെ പറയാണ്. ഈ വിവരം രാധ ആരോടും അറിയിക്കാതെ രാധ ഹോസ്പിറ്റലിൽ ഒളിപ്പിച്ച് നിർത്തിക്കാണ് നമ്മുടെ വിക്രത്തിനെ എന്നൊക്കെ പറയുന്നുണ്ട് ജീന. അങ്ങനെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ വേദ വിക്രത്തിനെ നേരിൽ കാണുന്നുണ്ട്. വിക്രത്തിന് സുഖം ആയതിനു ശേഷം നമ്മുടെ വേദയും വിക്രമും തമ്മിലുള്ള വിവാഹം എല്ലാവരും മംഗളമായിട്ട് നടത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്